തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് ഇടിച്ചു മരിച്ച 7 വയസ്സുകാരി കൃഷ്ണേന്ദുവിന്റെ സംസ്കാരം ഇന്ന് രാവിലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. കൃഷ്ണേന്ദു പഠിച്ചിരുന്ന മടവൂർ സർക്കാർ LP സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചേക്കും. ഇതിനുശേഷം വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം. അപകടത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സ്വാന്തന സാജുവാണ് വിവരങ്ങൾ നൽകുക. സ്വാന്തന, എപ്പോഴായിരിക്കും പോസ്റ്റ്മോർട്ടം? അതിനുശേഷം പൊതുദർശനം, സംസ്കാര ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? ദിവ്യ, വളരെ ദാരുണമായ ഒരു വാർത്തയാണ് ഇന്നലെ തലസ്ഥാനത്ത് നിന്ന് പുറത്തു വന്നത്. നമ്മൾ കണ്ടതാണ്. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 4:20 7 വയസ്സുകാരിയായ കൃഷ്ണേന്ദു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയായിരുന്നു. വന്നിറങ്ങിയ വീട്ടിലേക്ക് സ്കൂള് വിട്ട ശേഷം സ്കൂൾ ബസ്സിൽ കയറി വീട്ടിലേക്ക് എത്തുന്നു. ആ ബസ് ഇടിച്ച് തന്നെ ആ കുട്ടി മരണപ്പെടുന്നു എന്നുള്ളത്, അത് വാഹനം തലയിലൂടെ കയറി ഇറങ്ങി വളരെ ദാരുണമായ ഒരു മരണമാണ് ഉണ്ടായത്. അത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു ഉണ്ടായത്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൃഷ്ണേന്ദുവിന്റെ മടവൂരുള്ള വീടിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. ഈ വഴിയാണ് കൃഷ്ണേന്ദു വരുന്നത്. സ്കൂളിൽ നിന്നും ഈ വഴിയാണ് വാഹനം, സ്കൂൾ ബസ് വരുന്നത്. വന്നിട്ട് നേരെ വാഹനം അങ്ങോട്ടേക്ക് പോയി. ഇവിടെയാണ് കൃഷ്ണേന്ദുവിന്റെ വീട്. പക്ഷെ അവിടെ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പുറത്തെ സൈഡിലാകും കുട്ടി ഇറങ്ങേണ്ടി വരിക. അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകുകയാണെങ്കിൽ അത് ഉണ്ടാകാതിരിക്കാൻ മുകളിൽ 2 കുട്ടികൾ ഉണ്ട്. ആ ബസ്സിൽ വരുന്ന 2 കുട്ടികൾ മുകളിലുണ്ട്. അവരെ അവിടെ ഇറക്കിയ ശേഷം തിരിച്ച് വാഹനം ഇവിടെ വന്ന് ഇവിടെയാണ് കൃഷ്ണേന്ദുവിനെ ഇറക്കിയത്. ഇതാണ് കൃഷ്ണേന്ദുവിന്റെ വീട്. ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് കൃഷ്ണേന്ദുവിന്റെ അച്ഛനും അമ്മയും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. 2 പേരും ജോലിക്ക് പോകുന്ന ആളുകളാണ്. കൃഷ്ണേന്ദുവിന്റെ അച്ഛനായ മണികണ്ഠൻ KSRTCയിലെ എംപാനൽ ഡ്രൈവറാണ്. അതുപോലെ തന്നെ അമ്മ ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയാണ്. അപ്പോൾ 2 പേരും ഉണ്ടായിരുന്നില്ല. കൃഷ്ണേന്ദുവിന്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, +1 പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയും ഇവിടെ ഉണ്ടായിരുന്നില്ല. കൃഷ്ണേന്ദു ഇവിടെ വന്ന് വാഹനത്തിൽ ഇറങ്ങുന്നു. ഇത് കൃഷ്ണേന്ദുവിന്റെ അച്ഛന്റെ സഹോദരന്റെ വീടാണ്. അപ്പൊ ഈ വീട്ടിലേക്ക് കയറി പോകാൻ വേണ്ടിയാണ് ഇവിടെ ഇറങ്ങിയത്. പക്ഷേ ഇവിടെ ഇറങ്ങിയതിന് പിന്നാലെ തന്നെ ഈ കാണുന്ന കേബിളിൽ തട്ടി കുട്ടി വീഴുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തിന് അടിയിലേക്ക് തന്നെ വീണു. പക്ഷെ അത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആയോ ഡ്രൈവറോ അത് ശ്രദ്ധിച്ചില്ല. പിന്നാലെ തന്നെ ഈ വാഹനം എടുത്തുകൊണ്ട് പോകുകയായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ഈ ഇലയും ഈ മണ്ടും ഒക്കെ ഇട്ടിരിക്കുന്ന ഇത് ഇന്നലെ ഈ നാട്ടുകാർ, ഇവിടെ പരിസരവാസികളൊക്കെ ചേർന്നിട്ടതാണ്. ആ വാഹനത്തിന്റെ പുറകിലുള്ള ടയർ ഈ കുട്ടിയുടെ ദേഹത്തു കൂടി കയറി ഇറങ്ങി വളരെ ദാരുണമായ ഒരു മരണമാണ് സംഭവിച്ചത്. ഈ സമയത്ത് നമുക്ക് ഈ പ്രദേശം നോക്കിയാൽ അറിയാം, പ്രധാന റോഡിൽ നിന്ന് അകത്തേക്ക് കയറി വരുന്ന ഒരു ഇടവഴിയാണ് ഇത്. അധികം വാഹനങ്ങളൊന്നും വരുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ അങ്ങനെ ഒരു റോഡിലേക്കാണ് ഈ കുട്ടി അപകടത്തിലുണ്ടായിപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ എന്തായാലും മൃതദേഹം തിരുവനന്തപുരം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. 10 മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടവും ഒക്കെ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം കൃഷ്ണേന്ദുവിന്റെ സ്കൂൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ചെറിയ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനു മുൻപ് ആ ദാരുണമായ സംഭവം, ആ മരണം കടന്നു വരികയാണ് ചെയ്തത്. ആ കുട്ടി വന്ന സ്കൂൾ ബസ് തന്നെ ഇടിച്ചാണ് 7 വയസ്സുകാരിയായ കൃഷ്ണേന്ദു മരിച്ചത്. കൃഷ്ണേന്ദുവിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. സ്വാന്തന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.